രാവിലെ അടിക്കാൻ തുടങ്ങിയല്ലോ. ഈശ്വര, പരിചയമില്ലാത്ത നമ്പരാന്നല്ലോ. എടുത്തില്ല, പിന്നെ തിരിച്ചു വിളിക്കും. എടുത്തേക്കാം. ഹലോ, വികാസ് അല്ല, വികാസിന്റെ അച്ഛനാ. അയ്യോ, വിളിക്കല്ലേ? അയ്യോ, അയ്യോ, അങ്ങനെ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. അയ്യോ, ഓ, പുതിയ സാധനമായിരുന്നു. കീഴക്കാൻ തെറിയാ കേട്ടത്. ചെവിയുടെ കല്ല് പൊടിഞ്ഞു പോയി. നമുക്ക് മക്കളുണ്ടാവുന്ന പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇതുപോലെ തലതെറിച്ച മക്കളുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വീട്ടിൽ സമാധാനവും കാണത്തില്ല, തന്തമാർക്ക് തെറിവിളിയുടെ അഭിഷേകമായിരിക്കും. എനിക്കൊരു മോനുണ്ടേ, അതിൻ്റെ കാര്യമായി പറഞ്ഞുകൊണ്ടിരുന്നേ. അവൻ ഈ ഓൺലൈൻ മീഡിയ നടത്തുക. ഇവന് നാട്ടിലുള്ള കാര്യങ്ങൾ, വേണമെന്നതും വേണ്ടാത്തതും കാര്യങ്ങളെല്ലാം ഈ ഓൺലൈൻ മീഡിയയിലിട്ട് തകർത്തോണ്ടിരിക്കുക. അതിൻ്റെ ഭവിഷ്യത്ത് ആരാ അനുഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ. തെറി മൊത്തം എനിക്കും, കാശ് മൊത്തം അവനും. ഇവനോട് ഞാൻ എത്ര തവണ പറഞ്ഞു, എടാ കാശ് എനിക്കിതാ, തെറി നീ എടുത്തോളാൻ. അവന് വേണ്ട. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ 15ാമത്തെ മിനിറ്റ് തൊട്ട് ഞാൻ തുമ്മാൻ തുടങ്ങി. തുമ്മി 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 ഡെയിലി 450-500 തുമ്മാ ഞാൻ തുമ്മി തീർക്കുന്നത്. ഒന്നും ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. ഒരു കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ല, വെറും ചള്ള്. കഴിക്കാൻ വല്ല ഉണ്ടാക്കിയോതാ ഞാൻ ചോദിച്ചേ. അയ്യോ, ഞാനും അതാ പറഞ്ഞ, കഴിക്കാൻ ഉണ്ടാക്കി. ഉപ്പുമാവ് ഉണ്ടാക്കിയടാ, പോയി മൊത്തം വെള്ളമായിരുന്നാ പറഞ്ഞത്. നീ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ, നീ രാവിലെ പുറത്തു വല്ലതും പോകുന്നുണ്ടെങ്കിലേ വല്ല ഷർട്ടും ഞെട്ടെടുത്തോണ്ട് ഞാൻ തേച്ചു തരാം. അയ്യോ, അതെന്തോ ഈ പതിവില്ലാത്ത ഇപ്പൊ ഒരു സ്നേഹം എന്നോട്? അയ്യോ, പതിവില്ലാത്ത സ്നേഹമല്ല. നീ കാണിക്കുന്ന തോന്നിവാസത്തിന് നാട്ടുകാരുടെ തെറിവിളി കേട്ട് 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 എന്റെ ഈ ചെവി ചൂടായി പഴുത്തിരിക്കുക. ഇപ്പൊ നീ ഷർട്ട് കൊണ്ടത് ഈ ചെവി വെച്ചൊരു തേപ്പ് തന്നാലുണ്ടല്ലോ, തേപ്പ് വെട്ടി മാറി നിൽക്കും. എടാ വികാസേ, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് ഇതൊക്കെ മടക്കി വെച്ചാൽ പണിക്ക് വല്ലതും പൊക്കോണം. ഇവിടെ പണിക്ക് പോയ ആരാച്ച ഇവിടെ ഫേമസ് ആയിട്ടുള്ള? അത് പറ. എന്തോ ന്യായമാടാ ഇത്? ഫേമസ് ആകാൻ വേണ്ടിയാണോടാ പണിക്ക് പോകുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. സാധാരണ എന്തോന്നറിയാമോ, തന്തയുടെ പേരിലാ മക്കളെ അറിയപ്പെടുന്നത്. ഇതിപ്പോ എന്റെ പേരിലല്ലേ അച്ഛൻ ഇപ്പൊ ഫേമസ് ആയിട്ട് നടക്കുന്നേ. നീ എന്നെ ഫേമസ് ആക്കല്ലേടാ, നീ എന്നെ ഫേമസ് ആക്കാൻ നിക്കല്ലേ. ഇവൻ എന്നെ ഫേമസ് ആക്കി ചത്ത് തലയ്ക്ക് മേളിൽ നിൽക്കുന്ന എന്റെ അപ്പം വരെ ഇപ്പൊ തുമ്മാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരുന്നപ്പോ തന്നെ ഞങ്ങൾക്ക് അലർജിയുടെ അസുഖമുള്ളതാ. അവൻ ഫേമസ് ആക്കാൻ എന്റെ അടുത്ത്. അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. ഇതൊക്കെ ഞാൻ ഒന്നാം തരം ഒരു ഓൺലൈൻ മീഡിയയുടെ MD ആണ്. നീ തെണ്ടിയാടാ നീ. അതൊന്നും അല്ല ഞാൻ പറഞ്ഞു. കുഴിമാടം എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയ MD, അതാണ് എന്റെ ഐഡന്റിറ്റി. അച്ഛാ, ഞാൻ ഇവിടെ ലക്ഷങ്ങളാ സമ്പാദിക്കുന്നത്. ലക്ഷങ്ങള് സമ്പാദിച്ചെന്ന്. ഈ ലക്ഷങ്ങള് സമ്പാദിക്കുന്നതിന്റെ വീടിന്റെ ബാത്റൂം നിങ്ങളൊന്ന് കാണണം. എന്റെ ഭാര്യയ്ക്ക് ഒരു വെള്ളസാരി ഇല്ലായിരുന്നെങ്കിൽ അതിന് വാതിലില്ല. അത് മാത്രമാണോ, ഈ വീടിന്റെ കടപ്പ് നിങ്ങളൊന്ന് നോക്ക്. മഴ പെയ്ത് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പോലെയാ. അച്ഛൻ ഇപ്പോഴും എന്നോട് പുച്ഛമാണല്ലേ? പുച്ഛമാടാ. അച്ഛൻ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിന്റെ ലൈക്ക് കണ്ടിട്ടുണ്ടോ? അതിന്റെ കമന്റ് അച്ഛൻ വായിച്ചു നോക്കിയിട്ടുണ്ടോ? കമന്റ് വായിച്ചിട്ടുണ്ടോന്ന്? ഒരു കമന്റ് വായിച്ചപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ അച്ഛൻ്റെ പേര് കണ്ടങ്കോരനായിരുന്നു. 4 തലമുറയ്ക്ക് അപ്പുറത്തു നിന്ന് ഇവൻ എന്നെ തെരുവിളി വായിച്ച് തന്നോണ്ടിരിക്കുവാ. ഇവന് വീഡിയോക്കകത്ത് അടിയിൽ ഈ തെറി കമന്റുകളൊക്കെ വരും. അത് അച്ഛൻ അറിയാമോ? അതൊക്കെ ഞങ്ങൾക്ക് ഈ മീഡിയക്കാർക്ക് വളരാനുള്ള ഒരു ഊർജമാണ്. അതാണ് അച്ഛാ ഞങ്ങളുടെ വളവള. എന്റെ വളവള അല്ല, വളവെന്ന്. നിനക്കത് വളവായിരിക്കും, പക്ഷെ എനിക്കത് പച്ചത്തെറിയാ. എടാ, നിനക്കൊരു ശകല ഉളുപ്പുണ്ടോടാ? പിന്നെ ഇട്ടേക്കുന്ന എന്തുവാ? ഉളുപ്പുണ്ടോന്നല്ല ചോദിച്ചില്ല, ശകല ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ് അച്ഛാ, ഞങ്ങളെ പോലുള്ള ഓൺലൈൻ മീഡിയക്കാർക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനമേ വേണ്ട. എടാ, നീ എന്തായാലും ഒരു സാധനം തുടങ്ങി. എടാ, ഇതിനിടാൻ പറ്റിയ പേരാന്നോടാ നീ ഇട്ട് വെച്ചേക്കുന്നത്? ഒരു ഓൺലൈൻ മീഡിയക്ക് ഇട്ട് വെച്ചേക്കുന്ന പേരാണ് കുഴിമാടം. കൊല്ലുവല്ലോടാ നീ ഇപ്പൊ എന്നെ. അച്ഛൻ ഇത്രയും നാൾ ചോദിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് അച്ഛൻ എന്നോട് ഇപ്പൊ ചോദിച്ചത്. അറിയാമോ കുഴിമാടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അച്ഛാ, പാവപ്പെട്ടവനാവട്ടെ, പണക്കാരനാവട്ടെ, വെളുത്തവനാവട്ടെ, കറുത്തവനാവട്ടെ, എന്തിനേറെ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവട്ടെ, ഒരു നാൾ ഈ കുഴിമാടത്തിൽ വന്നു ചേരും. അങ്ങനെ ആലോചിച്ചിട്ട പേര്. എടാ, നിന്നെ ഈ കുഴിമാടത്തിലിടാൻ ഇവർക്ക് ആരോടും ആലോചിക്കേണ്ട കാര്യമില്ല. ഈ പേട്ടുകാരനോട് പറഞ്ഞിട്ടൊന്നും കഥയില്ല. ഒരു കാര്യം, ഞാൻ ഒരു 11 മണിയാകുമ്പോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. എവിടെ മീറ്റിംഗിന് പോവാടാ നീ? അച്ഛാ, ഇന്നൊരു മലയാള സിനിമ റിലീസ് ആവുന്നുണ്ടല്ലോ, അതിന് പോയി ഒരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. നീ ആ സിനിമ കണ്ടോടാ? നീ എന്തോ ദിനാ സിനിമ കാണുന്നത്? ഇവരൊക്കെ എന്തുവാ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ?
അപ്പൊ ബൈ ടാറ്റ. അങ്ങോട്ടല്ലല്ലേ ഇങ്ങോട്ടല്ലേ. എന്റെ ഭഗവാനെ, ആ പോക്ക് കാണുമ്പോഴേ അറിയാം സിനിമാ തിയേറ്ററിൽ ഇടി നടക്കുമ്പോ ഇവിടെ ലൈവ് വെട്ട് നടക്കും. മാഫിയ ശശി ഇന്നെന്റെ നെഞ്ചത്തൂടെ കയറി ഇറങ്ങും. ഈശ്വരോ, പറഞ്ഞു തീർന്നില്ലല്ലോ, ഒരു വണ്ടി വന്ന് നിന്നല്ലോ. ആരാ മനസ്സിലായില്ല, എന്തുവാ പേര്? അത് വീട്. ആ, അത് വീടിന്റെ ജംഗ്ഷൻ എന്തുവാ? അല്ല, അത് വീട് കോരെന്നാണോ, അത് വീട് ജോയിന്നാണോ, അത് വീട്? എടോ, അത് വീടെന്ന് പറഞ്ഞ എന്റെ ഒരു ശൈലിയാ, അല്ലാതെ എന്റെ പേരല്ല. അല്ലയോ? ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടക്കിടക്ക് അത് വീടെന്നുള്ള എന്റെ നാക്കി കേറി ഇറങ്ങി പോവും. എടോ, ഞാൻ സെലിബ്രേറ്റ് ചെയ്യാന്ന്. എന്തുവാ? 10 പേര് അറിയുന്ന ആളാ. അങ്ങനാന്നാ ഞാനും വലിയ സെലിബ്രിറ്റിയാ. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോ സദ്യ കൊണ്ടാൻ പറ്റി 10-150 പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം എന്നെ അറിയാമല്ലോ. അപ്പൊ സെലിബ്രിറ്റി അല്ല, താൻ ശർക്കര പുരട്ടി ആയിരിക്കും. എടോ, ഞാനെന്ന് വെച്ച ഒരു സിനിമാ താരമാണ്. എടോ, അപ്കമിങ് സൂപ്പർ സ്റ്റാർ എന്ന എന്നെ സിനിമാ ലോകം മൊത്തം പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ആ സാധനമാണ് ഞാൻ, തോട്ടപ്പള്ളി ഭാഗ്യനാഥ്. എന്റെ ദൈവം തമ്പുരാനെ, എന്റെ വീട്ടിലൊക്കെ സിനിമാ താരം വന്ന എന്റെ ഒന്ന് സാറേ, ഞാനൊരു സെൽഫി എടുത്തോട്ടെ ഫോണിൽ. സാറേ, സാർ ഏത് സിനിമയിലോ സാറേ അഭിനയിച്ച്? താനെന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നിട്ടാണോ ഇത്ര പുകഴ്ത്തി അടിച്ചത്? ഒരു സിനിമാ താരം വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? എന്റെ ആദ്യത്തെ പടമായിരുന്നു ഇരുട്ട്. ആ, അതാ ഞാൻ കാണാൻ. ആര് കാണും? എടോ, ഇരുട്ടത്ത് വന്ന് നിന്നെന്നല്ല പറഞ്ഞു. എന്റെ ആദ്യത്തെ പടത്തിന്റെ പേരായിരുന്നു ഇരുട്ട്. അത് തിയേറ്റർ റിലീസ് ആയില്ല. അതെന്താ പറ്റി? പ്രൊഡ്യൂസർ സംവിധായകനെ അടിച്ചെന്നോ സംവിധായകൻ പ്രൊഡ്യൂസറെ അടിച്ചെന്നോ ഒക്കെ പറയുന്നു. രണ്ടാമത്തെ പടം ഏതായിരുന്നു? ആരോടും പറയരുത്, ആരും അറിഞ്ഞില്ല. അത് റിലീസായോ? എടാ, ആ പടത്തിന്റെ പേര് പോലെ ആയിപ്പോയി കഴിഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞതുമില്ല, അതാരും അറിഞ്ഞതുമില്ല. അതൊക്കെ ഇരിക്കട്ടെ. ഇതാണോ മറ്റേ ഓൺലൈൻ ചാനൽ നടത്തുന്ന എന്താ ശവപ്പറമ്പ്, എന്താ ചാനലിന്റെ പേര്? കുഴിമാടം. ആ, കുഴിമാടം ചാനൽ നടത്തുന്ന വികാസിന്റെ വീടാണോ ഇത്? അങ്ങനൊക്കെ ആയി പോയി സാറേ. അങ്ങനൊക്കെ ആയി പോയെന്ന്. അപ്പൊ താനാണോ അവന്റെ അച്ഛൻ? യോ, പേരിന് ഞാനൊരു അച്ഛനെന്നേ ഉള്ളൂ. ശരിക്കും അവന്റെ അച്ഛൻ ഓൺലൈൻ മീഡിയയാ. അപ്പൊ അമ്മ ഫേസ്ബുക്ക് ആയിരിക്കും. എടാ, അവൻ എവിടെയെന്ന്? തന്റെ മകൻ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ, സാറിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അവൻ കാരണം ഞാൻ പുറത്തിറങ്ങിയിട്ട് 15 കൊല്ലമായി. അതൊക്കെ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. എടാ, അവന്റെ അമ്മ എവിടെയാണോ? അവന്റെ ശല്യം കാരണം നാട്ടുകാർ വന്ന് എന്നെ തല്ലുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവൾ ഇറങ്ങി പോയതാ സാറേ. എനിക്ക് അവനെ കിട്ടണം. അവൻ കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാവോ, എനിക്ക് ഒരു കോടീശ്വരന്റെ മകളെയാണ് എന്റെ വീട്ടുകാർ ആലോചിച്ചത്. കല്യാണം പറയാൻ വന്നു സാറേ. ഞാനൊരു പീടികയിലിരുന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുമായിരുന്നു. ഈ വൃത്തികെട്ടവനാ ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ എടുത്ത് അവന്റെ ചാനലിട്ടിട്ട് എഴുതി വെക്കുക, സാധാരണക്കാരെ പോലെ ചായ കുടിക്കുന്ന സൂപ്പർ സ്റ്റാർ. അങ്ങനല്ലേ എഴുതിയുള്ളൂ, വേറെന്താ കുഴപ്പം? എടോ, ഇത് അറിഞ്ഞതും പെണ്ണിന്റെ അച്ഛൻ എന്നെ വിളിച്ച് എന്നിട്ട് പറയാം, ഒരു സാധാരണക്കാരന് എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തരത്തില്ലെന്ന്. എന്റെ കല്യാണം അവൻ മുടക്കിയേക്കുക. അത് മാത്രമല്ല, ഞാൻ ആശുപത്രി പോയി പനി പിടിച്ചിരുന്നപ്പോ അപ്പഴും ഇവന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കുന്നു. എന്തോന്ന്? സാധാരണക്കാരനെ പോലെ പനി പിടിച്ചിരിക്കുന്ന സൂപ്പർ സ്റ്റാർ. എനിക്കറിയാൻ പാടില്ല, ഞാൻ ചോദിക്കുക, സാധാരണക്കാർക്ക് പനി പിടിക്കുമ്പോ ചുമയും, സൂപ്പർ സ്റ്റാറുകൾക്ക് പനി പിടിക്കുമ്പോ കൊരയുവാന്നോ? ഞാൻ സാധാരണ എനിക്കൊരു കാര്യം അറിയാം. അവനെ ഇങ്ങോട്ട് വിളിക്ക്. അവനെവിടെയോ? അവനിവിടെ ഇല്ല സാർ. അവനെവിടെ പോയി? അവനെ സാറേ കോഴിക്കോട്ടെങ്ങാണ് നമ്മുടെ ഷാരൂഖ് ഖാന്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ വാർത്ത പിടിക്കാൻ പോയേക്കുവാ എന്റെ കുഞ്ഞ്. ഹിന്ദി അറിയാവോ? ഇല്ല. അല്ലേലും ഇടി മേടിക്കുന്നതിന് ഹിന്ദി അറിയേണ്ട കാര്യമൊന്നുമില്ല. ഷാറൂഖ് ഖാന്റെ ബോഡി ഗാർഡിനെ കണ്ടിട്ടുണ്ടോ? നല്ല ജിമ്മന്മാരാ. തന്റെ നെഞ്ചത്ത് കയറി നമ്മാര് പൊങ്കാല ഇടും. ഈശ്വരോ, ഹിന്ദിക്കാർ ഇടികൊള്ളുമ്പോ ഈശ്വരോ നല്ല വിളിക്കേണ്ടത് ഹരേ ഭഗവാൻ എന്ന് വിളിക്കണം. വരുന്നു എന്റെ പൊന്നാര മോൻ. പഴമുണ്ടോടോ? ഇപ്പൊ എന്തിനാ പഴം? ഈ പുട്ടുമായിട്ടൊരു പിടി പിടിക്കാനായിരുന്നു. ഇവൻ തന്നെ, ഈ നിൽക്കുന്നവൻ, തലക്കകത്ത് നീരാളിയാൻ കെട്ടി തൂക്കി നടക്കുന്ന ഇവനാണ് എന്നെ ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ചത്. ഇവനെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. ഇവനെ എന്റെ കയ്യിലൊരു ദിവസം കിട്ടിയാണ്. അപ്പൊ ഇവൻ വഴുതി പോയി കളഞ്ഞ്. ഏട്ടാ, നീ എന്താ വിചാരിച്ചത്? നിന്റെ വീട് ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്നാ. എന്തൊക്കെ വൃത്തികേടാ ഇവൻ എന്നെ പറ്റി ഓരോ ദിവസം എഴുതിയിടുന്നറിയാം. എന്തുവാ സാറേ? ഒരു ദിവസം എന്റെ ഫോട്ടോ എടുത്ത് ഇവൻ തമ്പനയിൽ എഴുതി വെച്ച്, സൂപ്പർ സ്റ്റാർ ഭഗത് സാറിന് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് കേട്ടാ നിങ്ങൾ ഞെട്ടുവെന്നും. എന്താടാ എനിക്ക് സംഭവിച്ചത്? എന്താടാ പറയടാ. നല്ല റീച്ച് അല്ലായിരുന്നോ സാറേ? അപ്പോഴെങ്ങാനും നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ നെഞ്ചത്ത് റീത്ത് വെക്കേണ്ടി വന്നേരം. സാറിങ്ങനെ രോഷാകുലനാകേണ്ട കാര്യം ഇപ്പൊ സാറിനെ മാത്രമല്ല, ഇവൻ എന്നെ വരെ ഓൺലൈനായിട്ട് വിൽക്കാൻ നോക്കിയതാ, നടന്നില്ല. സാറേ, ഞാനൊരു കാര്യം പറയാം.
സെലിബ്രിറ്റികൾ എന്ത് കാണിച്ചാലും ശരി ഞാൻ അതെന്റെ ക്യാമറ കണ്ണിലൂടെ അത് ഒപ്പിയെടുക്കും. അങ്ങനെയാണ് തന്റെ മകനെ താൻ എവിടുന്നെങ്കിലും തപ്പി എടുക്കേണ്ടി വരും. അയ്യോ അതെന്താ? ആരെങ്കിലും അടിച്ച് ഏതെങ്കിലും കുളത്തിനകത്ത് ഇടും. പക്ഷെ ഏത് കുളത്തിലായി ഇവ കിടക്കുന്നതെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാൻ? ഇവൻ ചെന്ന് വീഴുന്നോട് കൂടി അവിടുത്തെ മീനെല്ലാം ചത്തു പൊങ്ങും. അത്ര വിഷമാണ് ഇവൻ. ആറ് വിഷമാന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ കൂടെ ചാരിറ്റിയും കൂടെ ചെയ്യുന്നുണ്ട്. എടാ, വേണ്ടാത്തവരെ കുറിച്ച് തോന്നിവാസം എഴുതി പിടിപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോയി ചാരി ഇരിക്കുന്നതല്ല ചാരിറ്റി. എന്ത് ചാരിറ്റിയാണ് നീ ചെയ്യുന്നത്? സാറേ, കഴിഞ്ഞ ആഴ്ച 22 വയസ്സുള്ള ഒരു പെങ്കൊച്ച് ബാത്റൂമിൽ വീണ് അതിനെ എന്റെ വീഡിയോയിലെടുത്ത് അതിനെ ഞാൻ വൈറലാക്കി. അങ്ങനെ ആ കൊച്ചിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അതൊരു ചാരിറ്റി അല്ലേ? ബാത്റൂമിൽ ഒളിക്യാമറ വെച്ചെന്ന് റൂട്ട് മാറ്റി അടിക്കുവാ ഇവൻ. മകനാണ്. എടാ, എന്തൊക്കെ വൃത്തികളാണ് നീ വിളിച്ച് പറയുന്നത്? ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. എന്ത്? ഒന്ന് സാറേ, ഇതൊക്കെ ഒരു ഫോട്ടോ എടുത്തോട്ടോ. കേട്ടവനെ, ഇത്ര പണി എനിക്ക് ഒപ്പിച്ച് വെച്ചത് പോലെ ഇനി എന്റെ ഫോട്ടോ എടുക്കണം അല്ല? സാറേ, നല്ലൊരു പോസ്റ്റ് എഴുതിയ ഒരു കീച്ചാണ്. എന്ത് പോസ്റ്റ് എഴുതി കീച്ചാനാടാ ഇനി? എന്റെ വീട്ടിൽ വന്ന് സാധാരണക്കാരെ പോലെ വഴക്കുണ്ടാക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞൊരു കീച്ച. ഇവൻ നന്നാകത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. ഞാനൊരു കാര്യം പറയാം. എല്ലാരും പ്രശ്നക്കാരല്ല, പക്ഷെ ചെലവന്മാരുണ്ട്. ഈ സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നെന്ന് നോക്കി നടക്കുക. അങ്ങനെയുള്ളവർക്ക് നല്ല ക്രിമികടിയാണ്. എല്ലാരും ഞാൻ അടച്ചാക്ഷേപിക്കും. എടാ, എന്റെയൊക്കെ പുറകെ ഇത് തൂക്കി നടക്കുന്ന സമയത്ത് 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുന്ന ആ പാവപ്പെട്ടവരെ കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് എഴുതി ഇറാ. അതിനകത്ത് ഇവിടെ കാണാൻ റീച്ചും എല്ലാം കിട്ടുക സാറേ. അത് വീട്. എന്നിട്ട് ഇത് നീ പിടി. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ചാവും. അപ്പൊ അതും വീഡിയോ എടുത്ത് ഇവൻ അത് പോസ്റ്റ് ആക്കും. സാധാരണക്കാരനെ പോലെ മരിച്ചു കിടക്കുന്ന സൂപ്പർ സ്റ്റാർ. അന്ന് എനിക്ക് എഴുന്നേറ്റ് വന്ന് ഇവനെ അടിക്കാൻ പറ്റത്തില്ല. അതാ ഇപ്പൊ ഞാൻ ഇവനെ അടിച്ചത്.